സ്നേഹിതരെ, ഇന്ന് നാം വിശുദ്ധ കുർബാനയുടെ 10ാം ഭാഗത്തോട്ട് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നാം മനസ്സിലാക്കിയത് വിശുദ്ധ കുർബാനയിലെ കാഴ്ചവയ്പ്പാണ്. ദൈവത്തിന് സ്തുതി. ബലിവസ്തുക്കൾ ശോശാപ്പ കൊണ്ട് മൂടിയതിന് ശേഷം കാർമികൻ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് നാം ശ്രവിക്കുന്നത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിൻ്റെയും നീതിമാനായ മാർ യോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തെങ്കിൽ ഉണ്ടാകട്ടെ. ജീവിതത്തിൽ സങ്കടങ്ങളും വേദനകളും ഒറ്റപ്പിടിയിലുമാണ് തന്നെ കാത്തിരിക്കുന്നതെന്നറിഞ്ഞിട്ടും ദൈവത്തിൻ്റെ പദ്ധതിയുടെ മുമ്പിൽ തല കുനിച്ചു കൊടുത്ത ഈ പരിശുദ്ധ അമ്മയെ ഓർക്കാതെ ഒരു ബലിയർപ്പണം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, അനുഗ്രഹം, മാധ്യസ്ഥം നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ് എന്ന സത്യം നാം തിരിച്ചറിയണം. നീതിമാനായ മാർ യോസേപ്പും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന കാര്യം മറക്കരുത്. പിന്നീട് കാർമികനും സമൂഹവും കൂടി ചൊല്ലുന്ന പ്രാർത്ഥനയിൽ ഈശോയുടെ സ്ലേഹന്മാർ, സ്നേഹിതർ, രക്തസാക്ഷികൾ, നീതിമാന്മാർ, മാർ തോമസ് ശ്ലീഹ എല്ലാവരെയും സ്മരിക്കുന്നതായി കാണാം. ഈ പ്രാർത്ഥന ദൈവകുടുംബ സംഗമത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇവരെ കാണാനും സ്നേഹിക്കാനുമുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നമ്മുടെ പേരിന് കാരണമായ വിശുദ്ധരെ ഓർക്കാം. സമൂഹം ചൊല്ലുന്ന ഈ പ്രാർത്ഥന നമുക്കൊന്ന് ശ്രവിക്കാം. ബലവാനായ കർത്താവ് നമ്മോട് കൂടെ, നമ്മുടെ രാജാവ് നമ്മോട് കൂടെ, നമ്മുടെ ദൈവം നമ്മോട് കൂടെ, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ സഹായിയും. ഈ പ്രാർത്ഥന ഒന്നുകൂടി ഉരുവിടാം. ബലവാനായ ദൈവം ഇപ്പോഴും എൻ്റെ കൂടെ, രാജാവായ ദൈവം ഇപ്പോഴും എൻ്റെ കൂടെ, പൂർവ്വപിതാക്കന്മാരുടെ കൂടെ നടന്ന് അവരെ അനുഗ്രഹിച്ച ദൈവം ഇപ്പോഴും എൻ്റെ കൂടെ. എൻ്റെ ഈശോയെ, ഞാൻ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവൾ. അടുത്തതായി കാർമികൻ ചൊല്ലുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ്. ചെറിയവരും വലിയവരും നിൻ്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. ഈ പ്രാർത്ഥന നമുക്ക് മനസ്സിലാക്കാം. ക്രിസ്തുവിൻ്റെ ഉത്ഥാനം വഴി നമ്മുടെ മരിച്ചവരെല്ലാം ഉയർപ്പിക്കപ്പെടുമെന്നുള്ള വിശ്വാസവും പ്രത്യാശയും ഓരോ കുർബാനയും നമുക്ക് തരുന്നുണ്ട്. ഉത്ഥിതനോട് ചേർന്ന് നിന്ന് നമ്മുടെ ഉത്ഥാനത്തെ മുന്നിൽ കണ്ട് വിശുദ്ധ കുർബാന ആഘോഷിക്കണം. പ്രാർത്ഥന യാചിച്ചുകൊണ്ട് നമ്മെ നോക്കി നിൽക്കുന്ന മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരെയും ഈ സമയം ഓർക്കാം, പ്രാർത്ഥിക്കാം. ഇവിടെ സമൂഹം ചൊല്ലുന്ന പ്രാർത്ഥനയിലെ ചില ഭാഗങ്ങൾ ശ്രവിക്കാം. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. ഈ പ്രാർത്ഥന വിചിന്തനം ചെയ്യാം. ശരീരത്തിൽ നിന്നും ഉണ്ടാകുന്ന പാപങ്ങൾക്ക് മോചനം ലഭിക്കുവാൻ ഉപവാസം, നോമ്പ് തുടങ്ങിയ സഹനങ്ങൾ നാം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ ജീവൻ നമ്മിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ചില താല്പര്യങ്ങൾ ഉപേക്ഷിച്ച് യേശുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം. അടുത്തതായി കാർമികൻ ചൊല്ലുന്ന പ്രാർത്ഥനയിലെ ചില ഭാഗങ്ങൾ ശ്രവിക്കാം. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന നമുക്കൊന്ന് ഗ്രഹിക്കാം. ദൈവത്തിൻ്റെ പരമപരിശുദ്ധിയുടെ മുമ്പിൽ തൻ്റെ അയോഗ്യത തിരിച്ചറിയുന്ന പുരോഹിതൻ ഈ വിശുദ്ധ കുർബാന വിശുദ്ധിയോടെ അർപ്പിക്കാനുള്ള യോഗ്യത ലഭിക്കുവാൻ യാചിക്കുകയാണ്. ഇതിനുശേഷം കാർമികനും സമൂഹവും ഒന്നു ചേർന്ന് വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. സഭ ഒന്നു ചേർന്ന് ദൈവത്തിലുള്ള തങ്ങളുടെ വിശ്വാസത്തെ ഉറക്കെ പ്രഖ്യാപിക്കുന്ന സമയം, വിശ്വാസം പരിപോഷിക്കുന്ന അവസരം, വിശ്വാസം പ്രഘോഷിക്കുന്ന സന്ദർഭം, വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള അവസരം, സഭ ഒന്നാകെ താൻ വിശ്വസിക്കുന്ന സത്യങ്ങൾ വിളിച്ചു പറയുന്ന സമയം, നമ്മുടെ ദൈവം നമുക്കായി പ്രവർത്തിച്ച വലിയ പ്രവൃത്തികൾ, വലിയ അനുഗ്രഹങ്ങൾ, വലിയ ദാനങ്ങൾ, വലിയ കൃപകൾ സഭ ഒന്നാകെ വിളിച്ചു പറയുകയാണ്. ഇത് നാം ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമാണ്, ബഹുമാനമാണ്, കൃതജ്ഞതയാണ്. ഓരോ വിശ്വാസ പ്രമാണവും ദൈവസ്തുതിയാണ്. പാപിയായ എന്നെ എൻ്റെ ഈശോ കുരിശുമരണത്തിലൂടെ വീണ്ടെടുത്തതാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യണം. ദൈവവിശ്വാസം നിറയുന്നതനുസരിച്ച് നമ്മിൽ ദൈവകൃപ നിറയുന്നു. 12 വിശ്വാസ സത്യങ്ങൾ നാം വിശ്വാസ പ്രമാണത്തിലൂടെ ഉറക്കെ പ്രഖ്യാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വിശുദ്ധ കുർബാനയിൽ
വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച കൃപാവരങ്ങൾ നവീകരിക്കപ്പെടുന്നു. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തനാക്കട്ടെ എന്ന് വൈദികൻ പറഞ്ഞ് ശുശ്രൂഷകനെ ആശീർവദിക്കുന്നു. പിതാക്കന്മാരുടെയും മെത്രാന്മാരുടെയും വൈദികരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ശുശ്രൂഷകൻ സമൂഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സമയം അവരെ നാം ഓർക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസത്തിനു വേണ്ടി മരിച്ചവർ, ത്യാഗം സഹിച്ചവർ, നമ്മുടെ മാതാപിതാക്കന്മാർ, നമുക്ക് വേണ്ടി ജീവിച്ചവർ, സഹോദരി സഹോദരന്മാർ, പുത്രി പുത്രന്മാർ, ഇവരെയെല്ലാം നാം ഓർക്കണം. ഇവരെ മറന്നുകൊണ്ടുള്ള ഒരു ബലിയർപ്പണം ഒരു വിശ്വാസിക്ക് ഉണ്ടാകരുത്. ഇവർക്കെല്ലാം അനുഗ്രഹം കിട്ടുന്ന സമയമാണ്. ഭരണകർത്താക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സമയത്ത് കാർമികൻ 3 പ്രാവശ്യം കുനിഞ്ഞ് ആചാരം ചെയ്ത് ബലിപീഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ പവിത്രതയോടെ കാണേണ്ട സ്ഥലമാണ്. ശൂന്യമായ ഈ കബറിടം ഉത്ഥിതൻ്റെ അടയാളമാണ്. ഉത്ഥിതനെ ചുംബിക്കുന്നതിന് തുല്യമാണ് ഈ ബലിപീഠം ചുംബിക്കുന്നത്. ഈ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ, ഈ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ തന്നെ യോഗ്യനാക്കിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് കാർമികൻ ഈ ഭാഗത്തോട്ട് പ്രവേശിക്കുന്നത്. ഈ സമയത്ത് നമുക്കും എളിമയോടെ നിന്ന് പ്രാർത്ഥിക്കാം. കാർമികൻ ബലിപീഠത്തെ സമീപിച്ച് അതിൻ്റെ മധ്യത്തിലും വലത്തുഭാഗത്തും ഇടതുഭാഗത്തും ആചാരം ചെയ്ത് ചുംബിക്കുന്നത് ത്രിത്വൈക ദൈവത്തിനുള്ള ആരാധനയായിട്ടാണ്. ബലിപീഠത്തെ സമീപിക്കുന്ന കാർമികൻ താഴ്ന്ന സ്വരത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ ചില ഭാഗങ്ങൾ ശ്രവിക്കാം. അങ്ങയുടെ അജഗണമായ ജനത്തിൻ്റെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ലോകം മുഴുവൻ്റെയും അനുരഞ്ജനത്തിനും എല്ലാ സഭകളുടെയും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ഞാൻ ഇവ അനുഷ്ഠിക്കുന്നു. വൈദികൻ ചൊല്ലുന്ന ഈ പ്രാർത്ഥന ഒന്നുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ദൈവജനത്തിന് കടങ്ങളുടെ പൊറുതിയും പാപങ്ങളുടെ മോചനവും ആത്മാക്കളുടെ രക്ഷയും മേടിച്ചു കൊടുക്കുവാൻ ഈ ബലിയിലൂടെ പാപിയായ എന്നെ യോഗ്യനാക്കണമേ എന്നാണ് കാർമികൻ എളിമയോടെ പിതാവിൻ്റെ മുമ്പിൽ നിന്ന് യാചിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ, സഭയുടെ വിശുദ്ധിയുടെ മുമ്പിൽ താൻ നിസ്സാരനാണ്, അയോഗ്യനാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജനത്തിന് നേരെ തിരിഞ്ഞു നിന്ന് കരങ്ങൾ നീട്ടി ഇപ്രകാരം യാചിക്കുന്നു: എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സമൂഹത്തിൻ്റെ പ്രത്യുത്തരത്തിലെ ചില ഭാഗങ്ങൾ ശ്രവിക്കാം. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങയെ ശക്തനാക്കട്ടെ. അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ഈ കുർബാന അർപ്പിക്കുവാൻ കാർമികനെ യോഗ്യനാക്കണമേ എന്നും ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നിർവഹിക്കുവാൻ പുരോഹിതനെ അനുഗ്രഹിക്കണമേ എന്നുമാണ് സമൂഹം പ്രാർത്ഥിക്കുന്നത്. ഈ സമയം പുരോഹിതൻ ശബ്ദം താഴ്ത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലെ ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ നിരവധിയായ പാപങ്ങൾ നീ ഓർക്കരുതേ. ഞങ്ങളുടെ ദുഷ്ടത നിമിത്തം നീ ഞങ്ങളോട് കോപിക്കരുതേ. സ്വർഗീയ ഗണങ്ങളോട് ഒന്നു ചേർന്ന് അവിടുത്തെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അയോഗ്യതയോടെയാണ് നാം ഇവിടെ നിൽക്കുന്നതെന്നും ഈശോയുടെ ബലിയുടെ യോഗ്യതയാണ് എൻ്റെയും ദൈവജനത്തിൻ്റെയും യോഗ്യതയെന്ന് തിരിച്ചറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് കിട്ടണമേ എന്നും ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്നും പുരോഹിതൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ഒന്ന് മാത്രമാണ് എന്നെ ഇവിടെ നിർത്തിയത്, ഈ ദേവാലയത്തിലായിരിക്കുന്നത് എന്നോർത്ത് ദൈവത്തിന് നന്ദി പറയാം, സ്തുതിക്കാം. ദൈവത്തിന് സ്തുതി. ഇത് ഷെയർ ചെയ്ത് സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കുകാരാവാം. താങ്ക് യു.